ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അടുത്ത് ഈ ട്രെയിലർ പ്രീമിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ട്രെയിലർ കാണാം. സംസാരിച്ചുകൊണ്ടിരുന്ന പ്രീമിയർ കിട്ടും. ഓക്കെ, ഒരു കടൽ ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാ ഇത് വന്നിട്ടുള്ളത്. കാരണവന്മാരും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും വരെ നടക്കും. My words. This bridge is going to change our fortunes. വിഷ്വൽ എഫക്ട്സ് ഒക്കെ പൊളിയല്ലേ? ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കും. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പ ചെയ്ത് കൊല്ലാം. മതിയോ? അത് മതി. വിഷയൊന്നുമില്ല. ക്ലബ് രാജാവിന്റെ ഒരു ഇതുണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആസ്കിങ്ങിലോട്ട് പോകും. ഷമീർ ചൂട് വീണ്ടും പിച്ചക്കാരനെ. പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? ആളുകളെ വിളിക്കും. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം. ഷമീറിന്റെ ആ ഒരു ഇതങ്ങ് വിട്ടളഞ്ഞല്ലേ? പോരാടാനുള്ള സമയം സമാഗതമാകും. എന്താണ് രണ്ടടി മാറി നിന്ന് കൗണ്ട് അവൻ കേൾക്കടാ. ലുക്കെല്ലാം സെയിം തന്നെയല്ലേ? വ്യത്യാസമൊന്നുമില്ല. ഈ പാട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ സീക്വൻസ് ഒരുപാടുണ്ടെന്ന് തോന്നാം കേട്ടോ. അപ്പം അല്ലേ കൂടുതൽ അതാണ് ട്രെയിലറിൽ കാണിച്ചത്. ഇവര് രണ്ട് ഇതായിട്ട് കാണിക്കാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. എല്ലാം സെയിം ലുക്ക്, എല്ലാം സെയിം തന്നെ. ഒരു എന്റർടൈനർ അല്ലേ? വൺ ലാസ്റ്റ് ടൈം എനിക്കൊന്നും ഇതും കൂടെ ഉള്ളൂ കാണുള്ളൂ. അതിനിപ്പോ മറ്റേ ഇത് പറയുന്നത് പോലെ നീണ്ടങ്ങ് പോകും. എന്തേന്നറിയോ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെ അതുപോലെ നീണ്ടു പോകുന്നു. സോ എനിവേസ് ഗൈസ്, ട്രെയിലർ കണ്ടിട്ട് ടിപ്പിക്കൽ ആട് പടം കൊള്ളാം. ടിപ്പിക്കൽ ആട് ട്രെയിലർ, നൈസ് ട്രെയിലർ. പക്ഷെ അങ്ങനെ എടുത്തു പറയാൻ ഭയങ്കര കുമ്മലമിന്റെ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ആടിന്റെ ആ ഒരു സെയിം ടിപ്പിക്കൽ സാധനം. പിന്നെ ഷമീറിന്റെ ഒക്കെ ക്യാരക്ടറിന് മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയല്ലല്ലോ ഷമീറിന്റെ ക്യാരക്ടർ വൈസ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫസ്റ്റ് സെക്കൻഡിലോട്ട് വന്നപ്പോഴും ചെറിയ ക്യാരക്ടേഴ്സിനൊക്കെ ലോലനൊക്കെ ചേഞ്ച് ഉണ്ടായിരുന്നു. വ്യത്യാസം അത്ര തന്നെ. പിന്നെ അവര് ഈ പുനർജന്മം ഉണ്ടല്ലോ, അത് കുറച്ച് എനിക്ക് തോന്നുന്നു വേറെ കാലഘട്ടത്തിൽ ഇവരെല്ലാം ഒരു സംഭവമായിരുന്നു. എന്നിട്ട് അതിനെ റീഇൻകാർണേഷൻ ഒരു പാരലൽ യൂണിവേഴ്സ് പരിപാടിയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും പരിപാടിയായിരിക്കും. സോ എനിവേസ് ട്രെയിലറും ഇതെല്ലാം പക്ക ഇതാണ്. BGM മ്യൂസിക് എല്ലാം സെയിം, നേരത്തെ ഉള്ളത് തന്നെ. വിനായകൻ സെയിം അതേ ലൈനിൽ. പക്ഷെ വിനായകന്റെ ഈ ലുക്ക് കൊള്ളാം. പുള്ളി ഏത് പരിപാടിയും ചേരും. അത് പിന്നെ ബലിപ്പിച്ചെടുക്കാനും അങ്ങേരെ കൊണ്ട് സാധിക്കും. ആടില് പ്രത്യേകിച്ച് പുള്ളിയുടെ ആ ഒരു കോമഡിയാണല്ലോ മെയിൻ. അപ്പൊ പക്ഷെ അത് കോമാളിത്തരാവില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് ശരിയാ, ഇതുവരെ ചെയ്തതും നല്ലതായിരുന്നു. ഹോപ്പ്ഫുള്ളി ഇതും നന്നായിരിക്കും എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഡേ പോയി കാണാനുള്ള പരിപാടിയുണ്ട്. റിലീസ് എന്നാണ്? 19. സോ ഗൈസ്, വിതൗട്ട് ഡിലേ എവരിബഡി ഡു വാച്ച് ദ ട്രെയിലർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. വേറെ ട്രെയിലർ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ജസ്റ്റ് ബേസിക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ.
ടിപ്പിക്കൽ ട്രെയിലർ. പിന്നെ ഒരുപാട് അങ്ങ് എക്സ്പെക്ടേഷൻ തന്ന് നമ്മൾ മറ്റേ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് അവിടെ ചെന്ന് ഒരു സാധാ എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമുള്ളൂ, ഇതിന്റെ ആവശ്യമുള്ളൂ. സംഭവം അങ്ങ് കറക്റ്റ് ആയിട്ട് അവരെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ന്യൂ എലമെന്റ്സ് ഒന്നും ആഡ് ചെയ്ത് നമ്മളങ്ങ് എന്താണ് ഒരു എക്സ്പെക്ടേഷന്റെ മുൾമുനയിലൊന്നും കൊണ്ടു നിർത്തുന്നില്ല. സാധാ ആയിട്ട് പോകുന്ന ഒരു പടം. അതെ, കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ മിസ്സിംഗ് ഉണ്ട് ട്രെയിലറിൽ. പക്ഷെ അതെ, ഇവരുടെ കൂടെ വരുന്ന പക്ഷെ നോബിയുടെ ഒക്കെ ലുക്കും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സ് എല്ലാം ഇങ്ങനെ ഗ്ലിംസ് ഇങ്ങനെ പടപടാന്ന് കാണിച്ചു പോയിട്ടുണ്ട്. സോ എനിവേസ് ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ബാക്കി പടം കണ്ടിരുന്ന് നമുക്ക് പറയാം. എനിവേസ് ആട് 3 ട്രെയിലർ അടിപൊളി, സൂപ്പർ ട്രെയിലർ, അടിപൊളി. ഓക്കെ, ബൈ ഗൈസ്. ബൈ.